നമസ്കാരം, കെ എസ് മെൻറ്ററോട് സ്വാഗതം. സോ ഗെയിം ഓഫ് PYQയുടെ വേറൊരു എപ്പിസോഡിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മൾ ഈ ഒരു സീരീസിലൂടെ എന്താ ചെയ്യുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ കഴിഞ്ഞ 8ഓളം നടന്ന ഡിഗ്രി തല പ്രിലിമിനറി എക്സാംസിൻ്റെ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുന്ന സെഷനാണ്. അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾ ആ ഭാഗത്ത് അല്ലെങ്കിൽ ആ ഒരു ടോപ്പിക്കിനെ എങ്ങനെ പഠിക്കണമെന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഭാഗത്തിലൂടെ അല്ലെങ്കിൽ ഈ വീഡിയോ സീരീസിലൂടെ പറയുന്നു. അപ്പോൾ ഇതിലെ ബാക്കി വീഡിയോകൾ ഈ പ്ലേലിസ്റ്റ് കിടക്കുന്നുണ്ട്, നിങ്ങൾ ചെന്ന് കാണണം. ഓക്കെ, നമുക്ക് നേരിട്ട് വീഡിയോയിലോട്ട് കിടക്കാം. ഇന്ന് നമ്മൾ എടുത്തിരിക്കുന്ന പൊളിറ്റിയിൽ അല്ലെങ്കിൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ ഫണ്ടമെന്റൽ റൈറ്റ് എന്ന ഭാഗമാണ്. ഫണ്ടമെന്റൽ റൈറ്റ് നിങ്ങൾ എല്ലാവരും പൊളിറ്റിയിൽ തുടക്കത്തിൽ തന്നെ പഠിക്കുന്ന ഭാഗങ്ങളിലൊന്നായിരിക്കും. ആൻഡ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ പാർട്ട് 3 ആർട്ടിക്കിൾ 12 മുതൽ 35 വരെയുള്ള ഭാഗത്ത് കവർ ചെയ്തു പോകുന്നതാണ് എന്ത്, ഈ കാണുന്ന ഫണ്ടമെന്റൽ റൈറ്റ് എന്ന ഭാഗം അല്ലെങ്കിൽ മൗലിക അവകാശങ്ങൾ. അല്ലെ, നമുക്ക് മനുഷ്യൻ എന്ന രീതിയിൽ കിട്ടേണ്ട ചില അവകാശങ്ങളെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഒരു പ്രത്യേക ഭാഗത്തിലോട്ട് ഇട്ടുകൊണ്ട് ആ ഒരു അവകാശങ്ങൾ നിങ്ങളെ ഒരു ഇൻഡിവിജ്വൽ എന്ന രീതിയിൽ ഈ നാട്ടിൽ എങ്ങനെ വളരാൻ സഹായിക്കുന്നു, നിങ്ങളുടെ ഇൻഡിവിജ്വൽ കപ്പാസിറ്റി, അത് മോറലായ അല്ലെങ്കിൽ നിങ്ങളുടെ മെറ്റീരിയലായ നിങ്ങളുടെ കപ്പാസിറ്റി എങ്ങനെ അത് വളർത്തുന്നു എന്ത്, ഈ ഒരു കുറച്ച് അവകാശങ്ങൾ. ഈ അവകാശങ്ങൾ പാർട്ട് 3 ഇട്ടത് കൊണ്ട്, ഇതിനെ ഇത്രയും മൗലികമായി കാണുന്നത് കൊണ്ട് ഇതിന് ചില പ്രത്യേകതകളുണ്ട്. ആ പ്രത്യേകതകളെ കുറിച്ച് പലപ്പോഴും അല്ലെങ്കിൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ ഫണ്ടമെന്റൽ റൈറ്റിനെ നാച്ചുറലിനെ കുറിച്ച് പലപ്പോഴും ഈ പറയുന്ന എല്ലാതരം കോമ്പറ്റേറ്റീവ് എക്സാമുകളിൽ ഒരു ചോദ്യം വരുന്നതാണ്. PSC ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നോക്കിയേ, ഫണ്ടമെന്റൽ റൈറ്റ്സ് ആർ, എന്നിട്ടോ ജസ്റ്റിസിബിൾ ആണ്, അബ്സല്യൂട്ട് ആണ്, നെഗറ്റീവ് ആണ്, അമെൻഡബിൾ ആണ്. താഴെ തന്നിരിക്കുന്നത് ഏതാണ് ശരി? PSCയുടെ തന്നെ 2021 നടന്ന പ്രിലിമിനറി എക്സാം ചോദിച്ചു. അപ്പോൾ ഫണ്ടമെന്റൽ റൈറ്റ് എന്ന ആ ഒരു കൺസെപ്റ്റിന് ചില ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ചില പ്രത്യേകതകളുണ്ട്. ലൈക്ക് അല്ലെ, ഫണ്ടമെന്റൽ റൈറ്റ്സ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ പാർട്ട് 3, ഇതൊക്കെ ഒരുപാട് തവണ പല പരീക്ഷകൾക്ക് ചോദിച്ചുള്ളതാണ്. ആർട്ടിക്കിൾ 12 മുതൽ 35 വരെയുള്ള ഭാഗത്ത് കവർ ചെയ്തു പോകുന്നു. അല്ലെ, ആർട്ടിക്കിൾ 12 എന്താണ് സ്റ്റേറ്റ് എന്ന് പറയുന്നു. അപ്പം നിങ്ങളുടെ പോക്കറ്റിൽ നിന്ന് പൈസ മുടക്കി പ്രവർത്തിക്കുന്ന എല്ലാ സ്ഥാപനങ്ങളും സത്യത്തിൽ സ്റ്റേറ്റ് ആണ്. പക്ഷേ അതിന് ചില പ്രത്യേകതകളുണ്ട്. അത് നമ്മൾ ക്ലാസ് കവർ ചെയ്തു പോകുന്നതാണ്. നിങ്ങളത് വേറെ സ്ഥലത്ത് നിന്ന് പഠിക്കണം ആക്ച്വലി കേട്ടോ. എന്താണ് ഗവൺമെന്റിന്റെ രീതിയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളെ എന്ന് സ്റ്റേറ്റ് എന്ന് വിളിക്കാൻ പറ്റില്ല. ലൈക്ക് BCC സ്റ്റേറ്റ് അല്ല. അപ്പോൾ എന്താണ് സ്റ്റേറ്റ് എന്ന അർത്ഥം വ്യക്തമായിട്ട് ആർട്ടിക്കിൾ 12 കൊടുത്തിട്ടുണ്ട്. ആർട്ടിക്കിൾ 13 എന്ത് പറയുന്നു? ആർട്ടിക്കിൾ 13 പറയുന്നു എന്താണ് ലോ എന്നുള്ളത്. അല്ലെങ്കിൽ ഫണ്ടമെന്റൽ റൈറ്റിന് എതിരായി വരുന്ന നിയമങ്ങളെല്ലാം അൺകോൺസ്റ്റിറ്റ്യൂഷനിലാവും. അത് വെദർ പ്രീ കോൺസ്റ്റിറ്റ്യൂഷനിലായാലും ആഫ്റ്റർ ദി കോൺസ്റ്റിറ്റ്യൂഷനിലായാലും. പിന്നീട് ആർട്ടിക്കിൾ 14 മുതൽ 18 വരെയുള്ള ഭാഗത്ത് ഇക്വാലിറ്റിയെ കുറിച്ച് സംസാരിക്കുന്നു. അല്ലെ, ആൻഡ് ആർട്ടിക്കിൾ 19 മുതൽ 22 വരെ ഫ്രീഡം എന്നൊരു അവകാശത്തിൽ നിൽക്കാവുന്ന അവകാശങ്ങളെ കുറിച്ച് പറയുന്നു. അല്ലെങ്കിൽ ആർട്ടിക്കിൾ 23ഉം 24ഉം എക്സ്പ്ലോയിറ്റേഷൻസിൽ നിന്ന് എങ്ങനെ സിറ്റിസൺസിനെ രക്ഷപ്പെടുത്താം എന്നതിനെ കുറിച്ച് സംസാരിക്കുന്നു, ജനങ്ങളെ രക്ഷപ്പെടുത്താം എന്നതിനെ കുറിച്ച് സംസാരിക്കുന്നു. ആർട്ടിക്കിൾ 25 മുതൽ 28 വരെയുള്ള ഭാഗത്ത് ഫ്രീഡം, റിലീജിയസ് ഫ്രീഡത്തെ കുറിച്ച് സംസാരിക്കുന്നു. ആർട്ടിക്കിൾ 29ഉം 30ഉം എന്തിനെ കുറിച്ച് സംസാരിക്കുന്നു? കൾച്ചറലായ അല്ലെങ്കിൽ മൈനോറിറ്റി സ്ഥാപനങ്ങളുടെ എഡ്യൂക്കേഷൻ റൈറ്റിനെ കുറിച്ച് സംസാരിക്കുന്നു. പിന്നെ ആർട്ടിക്കിൾ 31A മുതൽ 31C വരെയുള്ള കാര്യങ്ങൾ ഫണ്ടമെന്റൽ റൈറ്റിന്റെ ചില എക്സെപ്ഷൻസ് ആണ്. ഫ്രം ഫസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻഡ്മെന്റ് ഇറ്റ്സെൽഫ് നമ്മൾ ആഡ് ചെയ്ത കാര്യങ്ങളാണ്, അത് പറയുന്നു. പിന്നെയോ ആർട്ടിക്കിൾ 32 വെരി ഇമ്പോർട്ടൻറ്റ്, എന്തിനെ കുറിച്ച് സംസാരിക്കുന്നു? കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡിയെ കുറിച്ച് സംസാരിക്കുന്നു. ആർട്ടിക്കിൾ 33ഉം ഇന്ത്യയിലെ ചില ആംഡ് ഫോഴ്സസിൽ ജോലി ചെയ്യുന്ന ആൾക്കാർ അവർക്ക് ഏതുവരെ ഫണ്ടമെന്റൽ റൈറ്റ് ആകാമെന്ന് പാർലമെന്റ് നിയമം വഴി തീരുമാനിക്കാമെന്ന് പറയുന്നു. ആർട്ടിക്കിൾ 34 ഏതെങ്കിലും ഇന്ത്യയിലെ ഒരു സ്ഥലത്ത് മാർഷ്യൽ ലോ വന്നു കഴിഞ്ഞാൽ മാർഷ്യൽ ലോ പ്രഖ്യാപിക്കാനുള്ള ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 34 തെറ്റിദ്ധരിക്കല്ലേ. ആർട്ടിക്കിൾ 34 പറയുന്നത് എവിടെയെങ്കിലും മാർഷ്യൽ ലോ വന്നു കഴിഞ്ഞാൽ അതിൽ ഉൾപ്പെട്ട ഓഫീസേഴ്സിനെ ഇൻഡെംനിഫൈ ചെയ്യാൻ വേണ്ടി അവരെ കിട്ടാവുന്ന ഈ ശിക്ഷകളിൽ നിന്ന് അവരെ ചിലപ്പോൾ പലരെയും വാറണ്ട് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാം, ചിലപ്പോൾ വെടിവെച്ച് കൊന്നിരിക്കാം. അത്തരം ആൾക്കാരെ ഇൻഡെംനിഫൈ ചെയ്യാൻ വേണ്ടി ആരെ സഹായിക്കുന്നു? പാർലമെന്റിനെ നിയമം ഉണ്ടാക്കാൻ അനുവദിക്കുന്നു. ആൻഡ് ആർട്ടിക്കിൾ 35 ചില ഫണ്ടമെന്റൽ റൈറ്റുകൾ സെൽഫ് എക്സിക്യൂട്ടറി അല്ല. ലൈക്ക് റെസിഡൻസ് യോഗ്യതയായിട്ട് ഒരു ജോലിക്ക് പബ്ലിക് എംപ്ലോയ്മെന്റിന് തീരുമാനിക്കാൻ പാർലമെന്റ് നിയമം വഴി പറ്റും. അല്ലെങ്കിൽ ആർട്ടിക്കിൾ ചില സ്ഥലത്തെ ശിക്ഷകളെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ലൈക്ക് ആർട്ടിക്കിൾ 23 പറയുന്ന പോലെ, അല്ലെങ്കിൽ ആർട്ടിക്കിൾ 17 അൺടച്ചബിലിറ്റി ഒഫൻസ് ആണ്. പക്ഷെ എന്ത് ശിക്ഷയാ? ശിക്ഷ പാർലമെന്റ് ആണ് പറയുന്നത്. അത്തരം പാർലമെന്റിനെ ഏൽപ്പിച്ചിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അത് തീരുമാനിക്കാൻ വേണ്ടി അല്ല, എത്തരം നിയമനിർമ്മാണത്തിന് വേണ്ടി പാർലമെന്റിനെ സഹായിക്കുന്ന ആർട്ടിക്കിളാണ് ഇത് ആർട്ടിക്കിൾ 35. സോ നമ്മൾ ഫണ്ടമെന്റൽ റൈറ്റിനെ നാച്ചുറലിനെ കുറിച്ച് പറഞ്ഞു വന്നതാണ്. എങ്കിലും ഏതൊക്കെ ഫണ്ടമെന്റൽ റൈറ്റ് എന്ന് നിങ്ങൾക്കൊന്ന് ജസ്റ്റ് കവർ ചെയ്ത് തന്നു. നമുക്ക് ഇതിലോട്ട് തിരിച്ചു വരാം. എന്താണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ ഫണ്ടമെന്റൽ റൈറ്റുകളിലെ ചില പ്രത്യേകതകൾ? ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഫണ്ടമെന്റൽ റൈറ്റുകൾ ജസ്റ്റിസിയബിൾ ആണ്,
അതിൻ്റെ അർത്ഥം എന്താണ്? അതിൻ്റെ അർത്ഥം ഇതാണ്, ഫണ്ടമെന്റൽ റൈറ്റ് വയലേറ്റ് കഴിഞ്ഞാൽ നേരിട്ട് നിങ്ങൾക്ക് ഇന്ത്യയിലെ അപ്പെക്സ് കോടതികളിലോട്ട് പോകാൻ പറ്റും, സുപ്രീം കോടതിയിലോട്ട് പോകാം അണ്ടർ ആർട്ടിക്കിൾ 32, നിങ്ങൾക്ക് ഹൈക്കോടതിയിലോട്ട് പോകാം അണ്ടർ ആർട്ടിക്കിൾ 226. അങ്ങനെ അവർക്ക് എന്ത് തരത്തിലുള്ള അപ്രോപ്രിയേറ്റ് മെഷേഴ്സ് എടുക്കാൻ പറ്റും, ലൈക്ക് റിട്ടുകൾ ഒരു തരം അപ്രോപ്രിയേറ്റ് മെഷറാണ്. പലതരം റിട്ടുകളെ കുറിച്ച് നമ്മൾ കാണും അല്ലെ, ക്വസ്റ്റ്യനിലും വന്നിട്ടുണ്ട്, നമുക്ക് ആ സമയത്ത് അതിനെ കുറിച്ച് സംസാരിക്കാം. അല്ലെങ്കിൽ ഫണ്ടമെന്റൽ റൈറ്റുകളുടെ വേറെ പ്രത്യേകത, ഇതൊന്നും അബ്സല്യൂട്ട് അല്ല. ലിബർട്ടി എന്ന കാര്യം തന്നെ ഇന്ത്യയിൽ എപ്പോഴും നമ്മൾ ലിബർട്ടിയെ കുറിച്ച് സംസാരിക്കുമ്പോൾ കമ്മ്യൂണിറ്റി അവകാശങ്ങളെ കുറിച്ചും സോഷ്യൽ ജസ്റ്റിസിനെ കുറിച്ചും സംസാരിക്കും. അതുകൊണ്ട് തന്നെ ഒരു ഇൻഡിവിജ്വലിന്റെ ലിബർട്ടി എപ്പോഴും അബ്സല്യൂട്ട് ആവാൻ ഇന്ത്യ പോലൊരു സ്ഥലത്ത് പറ്റില്ല. ആക്ച്വലി ഏത് സൊസൈറ്റിയിലും പറ്റില്ല. അത് കാരണം അങ്ങനെ വന്നു കഴിഞ്ഞാൽ വലിയ രീതിയിലോട്ട് അനാർക്കിയിലോട്ട് പോകും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അബ്സല്യൂട്ട് അല്ല ഫണ്ടമെന്റൽ റൈറ്റ്. കാരണം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, എന്ത് ഫണ്ടമെന്റൽ റൈറ്റ് നിങ്ങളെ പഠിപ്പിക്കുന്ന സമയത്തും കൂട്ടത്തിൽ ചില റീസണബിൾ റെസ്ട്രിക്ഷൻസ് പറയും, ലൈക്ക് സെക്യൂരിറ്റി ഓഫ് സ്റ്റേറ്റ്, അല്ലെങ്കിൽ എന്താ പറയുക, നമ്മുടെ റിലേഷൻ വിത്ത് ബാക്കി രാജ്യങ്ങൾ, ഫോറിൻ സ്റ്റേറ്റുമായിട്ടുള്ള നമ്മുടെ റിലേഷൻസ്, അല്ലെങ്കിൽ സോവറിനിറ്റി ആൻഡ് ഇന്റഗ്രിറ്റി ഓഫ് ഇന്ത്യ, അല്ലെങ്കിൽ നമ്മുടെ സൊസൈറ്റിയിലെ ജനങ്ങൾ തമ്മിലുള്ള വൈരാഗ്യം കൂട്ടുന്ന രീതിയിലുള്ള കമന്റ്സ്, ഇതൊന്നും എന്തുമല്ല, ഇതെല്ലാം സബ്ജക്റ്റഡ് ആയിട്ട് മാത്രമേ കിട്ടുള്ളൂ, നിങ്ങൾക്ക് ഫണ്ടമെന്റൽ റൈറ്റ് കിട്ടത്തുള്ളൂ. അവിടെ മൊറാലിറ്റി വരും, പബ്ലിക് ഹെൽത്ത് വരും. ഓക്കെ, ആൻഡ് ഫണ്ടമെന്റൽ റൈറ്റുകളുടെ വേറൊരു ഏറ്റവും ഇമ്പോർട്ടന്റ് പ്രത്യേകത ഉള്ള ഫണ്ടമെന്റൽ റൈറ്റുകൾ അമെൻഡബിൾ ആണ്. ഫണ്ടമെന്റൽ റൈറ്റുകൾ ലൈക്ക് എനി പാർട്സ് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡബിൾ ആണ്, ബട്ട് സബ്ജക്റ്റ് ടു ബേസിക് സ്ട്രക്ചർ. ബേസിക് സ്ട്രക്ചർ എന്താണെന്ന് അറിയില്ലെങ്കിൽ ഇത് കഴിഞ്ഞ് ഉടനെ പോയി വായിച്ചോളാം. ബേസിക് സ്ട്രക്ചർ ആഫ്റ്റർ കേശവാനന്ദ ഭാരതി കേസ് സുപ്രീം കോടതി ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു ജുഡീഷ്യൽ കൺസെപ്റ്റ് ആണ്. ചില കാര്യങ്ങൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ സംബന്ധിച്ചിടത്തോളം അത്രമാത്രം ഇന്റഗ്രൽ ആണ്, അത്രമാത്രം ഇമ്പോർട്ടന്റ് ആണ്, അത് ഇല്ലാതായി കഴിഞ്ഞാൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെ ഇല്ലാതായ പോലെയാണ്. അപ്പൊ അതൊരിക്കലും എന്ത് ചെയ്യരുത്, തകരരുത്. ലൈക്ക് സെക്യുലറിസം, അല്ലെങ്കിൽ ഫെഡറൽ നാച്ചർ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, അല്ലെങ്കിൽ സെപ്പറേഷൻ ഓഫ് പവേഴ്സ്, നോട്ട് ദി സ്ട്രിക്ട് സെപ്പറേഷൻ ഓഫ് പവർ ബട്ട് സ്റ്റിൽ ദാറ്റ് സെപ്പറേഷൻ ഓഫ് പവർ ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇങ്ങനെ തുടങ്ങിയ കാര്യങ്ങളെല്ലാം ബേസിക് സ്ട്രക്ചർ ആണ്. അതനുസരിച്ചുകൊണ്ട് ഫണ്ടമെന്റൽ റൈറ്റ് അമെൻഡബിൾ ആണ്. ആൻഡ് വേറൊരു ഫീച്ചർ എന്ന് പറയുന്നത് അവൈലബിലിറ്റി. മനസ്സിലായോ? ഇതിന്റെ അവൈലബിലിറ്റി ആർക്കൊക്കെ ഇതിൽ അവൈലബിൾ ആണ്? അവൈലബിലിറ്റി അഗെയിൻസ്റ്റ് സ്റ്റേറ്റ് ആൻഡ് ഓൾസോ എഗെയിൻസ്റ്റ് ഇൻഡിവിജ്വൽസ്. ഫണ്ടമെന്റൽ റൈറ്റുകൾ നിങ്ങൾക്ക് ഇൻഡിവിജ്വൽസിനെതിരെ അപ്ലിക്കബിൾ ആണ്, സ്റ്റേറ്റിനെതിരെ അപ്ലിക്കബിൾ ആണ്. മനസ്സിലായില്ല? ഒരു ഇൻഡിവിജ്വൽ നിങ്ങളെ ഇല്ലീഗലി ഒരിടത്ത് നിന്ന് അടച്ചിട്ടു എന്ന് വിചാരിക്കുക, അയാൾക്കെതിരെ നിങ്ങൾക്ക് ഹേബിയസ് കോർപ്പസ് ഇഷ്യൂ ചെയ്യാൻ പറ്റും. അങ്ങനെ തുടങ്ങി പറയുന്നത്, ഇതിന്റെ അവൈലബിലിറ്റിയെ കുറിച്ച് നമ്മൾ സംസാരിച്ചു. ആൻഡ് ലൈക്ക് മെനി ഓഫ് ദ ഫണ്ടമെന്റൽ റൈറ്റ്സ് സിറ്റിസൺസിനും അതുപോലെ തന്നെ ആർക്കും അവൈലബിൾ ആണ്, സിറ്റിസൺസിനും അതേപോലെ ഫോറിനേഴ്സിനും അവൈലബിൾ ആണ്. സിറ്റിസൺസിനും ഫോറിനേഴ്സും അവൈലബിൾ ആകുന്ന കുറെ ഫണ്ടമെന്റൽ റൈറ്റുകൾ, ലൈക്ക് റൈറ്റ് ഇക്വാലിറ്റി, ലൈക്ക് റിലീജിയസ് ഫ്രീഡംസ്, ഇതൊക്കെ സിറ്റിസണും അവൈലബിൾ ആണ്, ഫോറിനർക്കും അവൈലബിൾ ആണ്. ഇതെല്ലാം ഫണ്ടമെന്റൽ റൈറ്റിന്റെ ചില ഇൻഹറന്റ് ആയ പ്രത്യേകതകളാണ്. മനസ്സിലായോ? ഇനിയും ഒരുപാട് പ്രത്യേകതകളുണ്ട്. ലൈക്ക് ഇതിലൊരു ഓപ്ഷനിൽ തന്ന പോലെ തന്നെ ചില ഫണ്ടമെന്റൽ റൈറ്റുകൾ നെഗറ്റീവ് ആണ്. സ്റ്റേറ്റിനോട് അത് ചെയ്യരുത്, ഡിസ്ക്രിമിനേറ്റ് ചെയ്യരുത് ഓൺ ദ ബേസ് ഓഫ് റിലീജിയൻ, റേസ്, കാസ്റ്റ്, സെക്സ്, പ്ലേസ് ഓഫ് ബർത്ത്. ആൻഡ് ചില ഫണ്ടമെന്റൽ റൈറ്റുകൾ പറഞ്ഞു ചില ഫണ്ടമെന്റൽ റൈറ്റുകൾ പോസിറ്റീവാ, സ്റ്റേറ്റ് വേണമെങ്കിൽ ഇത് ചെയ്തോ, അങ്ങനെ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. എങ്കിലും നിങ്ങൾക്ക് വുമന്റെയും ചിൽഡ്രന്റെയും അവരുടെ ഒരു വളർച്ചയ്ക്ക് വേണ്ടി, അല്ലെങ്കിൽ അവരെ സൊസൈറ്റിയിലോട്ട് ഉൾപ്പെടുത്താൻ വേണ്ടി നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് വേണമെങ്കിൽ ചില പോസിറ്റീവ് സ്റ്റെപ്പുകൾ എടുക്കാൻ പറ്റും. ആൻഡ് ആ ഡിസ്ക്രിമിനേഷനെ നെഗറ്റീവായിട്ടല്ല ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ കാണുന്നത്, പോസിറ്റീവായിട്ടാണ്. അങ്ങനെ തുടങ്ങി ഒരുപാട് പ്രത്യേകതകൾ എന്തിനുണ്ട്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. അതിനെക്കുറിച്ചുള്ളൊരു ചോദ്യം ഇത് നോക്കിയേ. ഫണ്ടമെന്റൽ റൈറ്റ്സ് ആർ ജസ്റ്റിസിയബിൾ. ഡൗട്ട് ഉണ്ടോ? ഫണ്ടമെന്റൽ റൈറ്റ് ജസ്റ്റിസിയബിൾ ആണ് നമ്മൾ പറഞ്ഞു. ദീസ് ആർ അബ്സല്യൂട്ട്. ഫണ്ടമെന്റൽ റൈറ്റ് അബ്സല്യൂട്ട് ആണോ? ഒരു റൈറ്റുകളും നമ്മളെ പോലെ സൊസൈറ്റിയിൽ അബ്സല്യൂട്ട് ആയി കൊടുക്കാൻ പറ്റില്ല എന്ന് നമ്മൾ പറഞ്ഞു. ആൻഡ് വേറൊന്ന്, ദീസ് ആർ നെഗറ്റീവ് ആസ് വെൽ ആസ് പോസിറ്റീവ്, റൈറ്റ്? ആൻഡ് ദീസ് ആർ അമെൻഡബിൾ. നമ്മൾ പറഞ്ഞു ഫണ്ടമെന്റൽ റൈറ്റ്സ് അമെൻഡബിൾ ആണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ഒന്ന് ഒഴിവാക്കി നോക്കിയേ. എന്ന് പറഞ്ഞിരിക്കുന്നത് ഓൺലി 2 is incorrect. എളുപ്പല്ലേ? വളരെ എളുപ്പമുള്ള ചോദ്യം. എങ്കിൽ അടുത്തൊരു ചോദ്യത്തിലോട്ട് നോക്കാം. ബൈ വിച്ച് അമെൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആർട്ടിക്കിൾ 300A is introduced? ഞാൻ ഈ പറഞ്ഞ ആർട്ടിക്കിൾ 12ന്റെയും 35ന്റെയും ഇടയിലുള്ള ഒന്നല്ലല്ലോ എന്ന് നിങ്ങൾക്ക് ചോദിക്കാം. ആർട്ടിക്കിൾ 300A ഇവിടെ ഈ ചോദ്യത്തിലോട്ട് വരാൻ കാരണം, നിങ്ങൾ ഫണ്ടമെന്റൽ റൈറ്റ് പഠിക്കുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ റൈറ്റ് ടു പ്രോപ്പർട്ടി എന്നത്. റൈറ്റ് ടു പ്രോപ്പർട്ടി നിങ്ങളുടെ ഫണ്ടമെന്റൽ റൈറ്റ് ആയിരുന്നു ഒരുപാട് കാലം വരെ. പക്ഷെ എന്ത് പറ്റിയെന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ തുടക്കത്ത് ഗവൺമെന്റ് ഓരോ തരത്തിലുള്ള ഡെവലപ്മെന്റ് ആക്ടിവിറ്റികൾ വരുമ്പോൾ നമ്മളെപ്പോലുള്ള ആൾക്കാർ ചെന്ന് സ്ഥലം ഫണ്ടമെന്റൽ റൈറ്റ് ആണ്, എനിക്ക് കോടതി പോകണമെന്ന് പറയും. അതുകൊണ്ട് തന്നെ ഫ്രം ദി ഫസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻഡ്മെന്റ് ആക്ട് ഇറ്റ് സെൽഫ് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷനിൽ ചില അമെൻമെന്റുകൾ നടത്തിയിട്ട് റൈറ്റ് ടു പ്രോപ്പർട്ടീനെ ഒന്ന് ചുരുക്കി.
ലൈക്ക് ആർട്ടിക്കിൾ 31A ഉപയോഗിച്ചുകൊണ്ട് ഗവൺമെന്റിന് നമ്മുടെ എസ്റ്റേറ്റുകൾ അല്ലെങ്കിൽ നമ്മുടെ പ്രോപ്പർട്ടി എന്ന് പറയാവുന്ന എന്തും ലൈക്ക് ജന്മി അവകാശങ്ങൾ ഉണ്ടായിരുന്ന അത്, അല്ലെങ്കിൽ കോർപ്പറേഷൻസ്, ഒരുപാട് പ്രൈവറ്റ് ആൾക്കാരുടെ കയ്യിലുണ്ടാകുന്ന കോർപ്പറേഷൻസ് മെർജിങ് തുടങ്ങി എന്ത് തരം പ്രോപ്പർട്ടിയും ഗവൺമെന്റിന് അക്വയർ ചെയ്യാൻ പറ്റുന്ന, മാനേജ് ചെയ്യാൻ പറ്റുന്ന രീതിയിലോട്ട് കോൺസ്റ്റിറ്റ്യൂഷൻ ഗവൺമെന്റിന് അധികാരം കൊടുത്തു. അല്ലെങ്കിൽ ആർട്ടിക്കിൾ 31B ഉപയോഗിച്ചിട്ട് 9th ഷെഡ്യൂൾ എന്നൊരു ഷെഡ്യൂൾ തന്നെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലോട്ട് ആഡ് ചെയ്തു. എന്തിനു വേണ്ടിയിട്ട്? അതിൽ എന്ത് നിയമങ്ങൾ കൊണ്ടുപോയിട്ടാലും അതിന് ജുഡീഷ്യൽ റിവ്യൂവിൽ നിന്നുള്ളൊരു ബ്ലാങ്കറ്റ് ഇമ്മ്യൂണിറ്റി കിട്ടിയിരുന്നു. പക്ഷേ ഇത് പിന്നീട് 2007 ദി ഫേമസ് IR കൊയ്ലോ വിസസ് 2007 IR കൊയ്ലോ വിസസ് സ്റ്റേറ്റ് ഓഫ് തമിഴ്നാട് എന്ന കേസിൽ ഇതില്ലാതാവുന്നുണ്ട്. കോടതി പറഞ്ഞു ഇല്ല, അങ്ങനെ ഒരു പ്രത്യേക ഷെഡ്യൂളിനകത്ത് കൊണ്ടുപോയിട്ടുകൊണ്ടൊന്നും നിങ്ങൾക്ക് എന്ത് കിട്ടത്തില്ല, ജുഡീഷ്യൽ റിവ്യൂവിൽ നിന്ന് രക്ഷ കിട്ടത്തില്ല, ബ്ലാങ്കറ്റ് ഇമ്മ്യൂണിറ്റി കിട്ടത്തില്ല. സിൻസ് ജുഡീഷ്യൽ റിവ്യൂ ഈസ് പാർട്ട് ഓഫ് ബേസിക് സ്ട്രക്ചർ ഡോക്ട്രൈൻ. നമ്മൾ കുറച്ചു മുമ്പ് പറഞ്ഞ അതേ സംഭവം, ബേസിക് സ്ട്രക്ചർ ഡോക്ട്രൈൻ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ന് 9 ഷെഡ്യൂൾ ഒരു നിയമം ഇട്ടതുകൊണ്ട് എന്ത് കിട്ടത്തില്ല, കോടതി നോക്കാതിരിക്കത്തില്ല, ജുഡീഷ്യൽ റിവ്യൂ ഇല്ലാതിരിക്കത്തില്ല എന്നത് വേറെ കാര്യം. ആൻഡ് ആർട്ടിക്കിൾ 31C പോലെയുള്ള ആർട്ടിക്കിൾ ആഡ് ചെയ്തുകൊണ്ട് നമ്മൾ വീണ്ടും ഇതേ കാര്യത്തിൽ ചില മാറ്റങ്ങൾ വരുത്തുന്നുണ്ട്. ലൈക്ക് ആർട്ടിക്കിൾ 31C പ്രകാരം ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിലെ 39Bയും 39Cയും അമെൻഡ് ചെയ്യാൻ അല്ലെങ്കിൽ അത് നടപ്പാക്കാനാണ് എന്തെങ്കിലും ഒരു നിയമം വരുന്നെങ്കിൽ, എന്താ 39Bയും Cയും പറയുന്നത്, നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ ചില മെറ്റീരിയൽ റിസോഴ്സസ് ഉണ്ട്, അതിന്റെ ഓണർഷിപ്പും കൺട്രോളും എല്ലാം കോമൺ ഗുഡിന് വേണം ഉപയോഗിക്കാൻ. അതൊരു ഇൻഡിവിജ്വൽ ഗുഡിനോ ഒരു കൂട്ടം ആൾക്കാരെ ഗുഡിനോ ഉപയോഗിക്കരുത്, കോമൺ ഗുഡിന് ഉപയോഗിക്കണം. അല്ലെങ്കിൽ ഇവിടുത്തെ എക്കണോമിക് റിസോഴ്സസ് ഒരു കൂട്ടം ആൾക്കാരെ കയ്യിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന അവസ്ഥ വരരുത്. മനസ്സിലായില്ലേ? അത്തരം സോഷ്യലിസ്റ്റ് ആശയങ്ങൾ പറയുന്നതാണ് ആർട്ടിക്കിൾ 39Bയും അണ്ടർ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് DPSPs. ആൻഡ് ഈ കാര്യങ്ങൾ നടപ്പാക്കാനാണെങ്കിൽ ഇവിടെ ഫണ്ടമെന്റൽ റൈറ്റിന്റെ 14ഉം 19ഉം വയലേറ്റ് ചെയ്താലും കുഴപ്പമില്ല. ഇന്ന് ഇതേ സെഷനിൽ നമ്മൾ ലാസ്റ്റ് വീണ്ടും റീകോൾ ചെയ്യണം. ആ സമയത്ത് നിങ്ങൾ റീകോൾ ചെയ്യണം. ഓക്കെ, അപ്പൊ ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ വരെ അവിടെ നിൽക്കുക. അപ്പോൾ ആർട്ടിക്കിൾ 14ഉം 19ഉം വയലേറ്റ് ചെയ്താലും കുഴപ്പമില്ല എന്ന് പറയുന്നതായിരുന്നു 31C എന്ന് പറയുന്നത്. ആൻഡ് ഇത്തരം ആക്ടുകളിലൂടെ നമ്മൾ എന്ത് ചെയ്തു, റൈറ്റ് ടു പ്രോപ്പർട്ടി ഒന്ന് ഡൈലൂട്ട് ചെയ്തു. പക്ഷേ അറ്റ് ദ എൻഡ് നമ്മൾ 44ാമത്തെ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ടിൽ 1978 ജനതാ ഗവൺമെന്റിന്റെ സമയത്ത് നമ്മൾ എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ, ഈ റൈറ്റ് ടു പ്രോപ്പർട്ടി എന്നത് ഫണ്ടമെന്റൽ റൈറ്റ് എന്ന് എടുത്തു കളഞ്ഞു. അണ്ടർ ആർട്ടിക്കിൾ 19, ആർട്ടിക്കിൾ 31ലും നമുക്ക് റൈറ്റ് ടു പ്രോപ്പർട്ടി ഒരു ഫണ്ടമെന്റൽ റൈറ്റ് ആയിരുന്നു. പക്ഷെ അതല്ല, അത് മാറ്റിയിട്ട് എന്ത് ചെയ്തു, അത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ പാർട്ട് 12 ഒരു 300A എന്ന ആർട്ടിക്കിളിന്റെ അടിയിലിട്ടിട്ട് അതിനൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് ആക്കി. എന്ത് റൈറ്റ്? കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് ആക്കി. ആൻഡ് നിയമപ്രകാരം മാത്രമേ ഈ പറയുന്ന പ്രോപ്പർട്ടി എടുക്കാൻ പറ്റൂ എന്ന രീതിയിൽ ഒരു ലീഗൽ ബാക്കിംഗ് തന്നു. അപ്പോൾ സ്റ്റാറ്റ്യൂട്ടറി റൈറ്റ് ആണോ എന്ന് വെച്ചാൽ അതെ, കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് ആണോ എന്ന് ചോദിച്ചാൽ അതെ. പക്ഷെ റൈറ്റ് ടു പ്രോപ്പർട്ടി എന്തല്ലാതായി മാറി, ഒരു ഫണ്ടമെന്റൽ റൈറ്റ് അല്ലാതായി മാറി. അപ്പൊ ചോദ്യം എന്താ പറയുന്നത്, ഏത് അമെൻമെന്റ് ആക്ട് വഴിയാണ് 300A ഇൻസേർട്ട് ചെയ്ത്? വളരെ എളുപ്പമല്ലേ, ഫണ്ടമെന്റൽ റൈറ്റ് എന്ന ഭാഗത്ത് തന്നെ നിങ്ങൾ പഠിക്കേണ്ടതല്ലേ. ഉള്ള അമെൻമെന്റുകൾ കാണാപാഠം പഠിക്കുകയാണോ ചെയ്യേണ്ടത്? അല്ല, ലെക്ചറിന്റെ കൂട്ടത്തിൽ, പഠിത്തത്തിന്റെ കൂട്ടത്തിൽ നിങ്ങൾ ഇത് പഠിച്ചു പോകണം. ഓക്കെ, നമുക്ക് അടുത്തൊരു ചോദ്യം നോക്കാം. ഓക്കെ, ഇതും PSCയുടെ ഒരു ഭയങ്കര എന്താ പറയാ ഇഷ്ടമുള്ള ഏരിയ ആണ്. നിങ്ങളുടെ ഡിഗ്രി മെയിൻസിൽ ഈ ഭാഗത്ത് ഒരുപാട് ചോദ്യം ചോദിച്ചിട്ടുണ്ട്, സെയിം ആൻസർ വരുന്ന രീതിയിൽ. എന്താ ചോദിച്ചിരിക്കുന്നത്? ദി കമാൻഡ് ഇഷ്യൂഡ് ബൈ ദ സുപ്രീം കോർട്ട് ഓർ ഹൈക്കോർട്ട് വെൻ എ പബ്ലിക് ഒഫീഷ്യൽ റിഫ്യൂസസ് ടു പെർഫോം ഹിസ് ഡ്യൂട്ടീസ്. ഓക്കെ, ഇത് ഏത് ഭാഗത്ത് നിന്ന് വന്നപ്പോൾ ഫണ്ടമെന്റൽ റൈറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ആർട്ടിക്കിൾ 32 എന്നൊരു ആർട്ടിക്കിളിനെ കുറിച്ച് പറഞ്ഞു. ആർട്ടിക്കിൾ 32 പ്രകാരം നിങ്ങളുടെ ഫണ്ടമെന്റൽ റൈറ്റ് വയലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരിട്ട് സുപ്രീം കോടതി പോകാം. എന്നാൽ ഒരു കാര്യം കൂടെ അറിഞ്ഞിരിക്കുക, ആർട്ടിക്കിൾ 226 പ്രകാരം ഫണ്ടമെന്റൽ റൈറ്റ് വയലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹൈക്കോടതികളിലും പോകാം. പക്ഷേ ഒരു കാര്യം കൂടെ അറിഞ്ഞിരിക്കുക, സുപ്രീം കോടതിയുടെ ആർട്ടിക്കിൾ 32 പ്രകാരമുള്ള റിട്ട് ജൂറിസ്ഡിക്ഷനേക്കാൾ വലുതാണ് ഹൈക്കോടതിയുടെ റിട്ട് ജൂറിസ്ഡിക്ഷൻ. എന്തുകൊണ്ടാ? സുപ്രീം കോടതിക്ക് ആർട്ടിക്കിൾ 32 പ്രകാരം പാർട്ട് 3 ഫണ്ടമെന്റൽ റൈറ്റ് വയലേറ്റ് ചെയ്താലാണ് റിട്ട് ഇഷ്യൂ ചെയ്യാൻ പറ്റുക. എന്താ ഇപ്പോൾ റിട്ട് ഇഷ്യൂ എന്ന് പറഞ്ഞാൽ, വയലേറ്റ് ചെയ്ത ഫണ്ടമെന്റൽ റൈറ്റ് തിരിച്ചു കൊടുക്കണം, ലൈക്ക് അവരുടെ അവകാശം തിരിച്ചു കിട്ടണം എന്ന് ആരാണോ വയലേറ്റ് ചെയ്ത് അവരോട് പറയുന്നതാണ്. ആൻഡ് ആർട്ടിക്കിൾ 226 അപ്പം എന്തുകൊണ്ട് വലുതായി എന്ന് ഞാൻ പറഞ്ഞു. ആർട്ടിക്കിൾ 226 പറഞ്ഞിരിക്കുന്നത് ഫണ്ടമെന്റൽ റൈറ്റ് മാത്രമല്ല, എനി അതർ പർപ്പസ്, വേറെ എന്ത് കാര്യത്തിനും ആർക്ക് റിട്ട് ചെയ്യാൻ പറ്റും? ഹൈക്കോടതികൾക്ക് റിട്ട് ചെയ്യാൻ പറ്റും എന്ന് പറയുന്നതാണ് ആർട്ടിക്കിൾ 226.
അപ്പോൾ നോക്കിയേ, ആർട്ടിക്കിൾ 226 32 കുറച്ചുകൂടെ വലിയൊരു അവകാശമല്ലേ ആർക്ക് കൊടുക്കുന്നത്? ഹൈക്കോടതികൾക്ക് കൊടുക്കുന്നത്. എനിവേ ചോദ്യത്തിലോട്ട് തിരിച്ചു വരാം. ആർട്ടിക്കിൾ 32 പ്രകാരമോ 226 പ്രകാരമോ നിങ്ങളുടെ ഫണ്ടമെന്റൽ റൈറ്റുകൾ വയലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അപ്രോപ്രിയേറ്റ് ആക്ഷൻ എടുക്കാൻ കോടതിക്ക് പറ്റും, ഇൻക്ലൂഡിങ് ഇൻ ദ ഫോം ഓഫ് റിട്ട്. അപ്പോൾ റിട്ട് ഏതൊക്കെ ടൈപ്പ് റിട്ട് ഇഷ്യൂ ചെയ്യാൻ പറ്റും? ചില ടൈപ്പ് റിട്ടുകളെ കുറിച്ച് കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെ പറയുന്നുണ്ട്. ലൈക്ക് ഹേബിയസ് കോർപ്പസ്, ഞാൻ ചുരുക്കി എഴുതുന്നത് നിങ്ങൾ ഓർത്ത് വെച്ചോളാം. ഹേബിയസ് കോർപ്പസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്രിങ് ദ ബോഡി എന്ന് പറഞ്ഞാൽ നിങ്ങളെ ഇല്ലീഗലായിട്ട് അൺലോഫുൾ ആയിട്ട് ഒരാൾ ഡിറ്റെയിൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്, കയ്യിൽ അടച്ചു വെച്ചിരിക്കുകയാണ്. എന്ത് ചെയ്യണം? നിങ്ങളെ തിരിച്ചു തരണം, നിങ്ങളെ തിരിച്ചു കൊടുക്കണം എന്ന് പറയുന്നതാണ് എന്ത്? ബ്രിങ് ദ ബോഡി അഥവാ ഹേബിയസ് കോർപ്പസ് എന്ന് പറയുന്നത്. ആൻഡ് വേറൊരു റിട്ട് എന്ന് പറയുന്നത് ലൈക്ക് മാൻഡമസ്. എന്താ മാൻഡമസ് എന്ന് പറഞ്ഞാൽ? മാൻഡമസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പബ്ലിക് ഓഫീഷ്യല്, അയാളാ പബ്ലിക് ഓഫീസ് ആവണേ, പ്രൈവറ്റ് ഓഫീസോ കരാർ ഓഫീസുകളെ കുറിച്ചല്ല പറയുന്നത്. ഒരു പബ്ലിക് ഓഫീഷ്യൽ അയാളുടെ ജോലി ചെയ്യാൻ റെഫ്യൂസ് ചെയ്യാണ്, അയാൾ ജോലി ചെയ്യുന്നില്ല. അപ്പൊ അയാളോട് പറയാണ് ജോലി ചെയ്യണമെന്ന്, അയാളോട് കമാൻഡ് ചെയ്യാണ്, നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ജോലി ചെയ്യണമെന്ന് കമാൻഡ് ചെയ്യാണ്. ആൻഡ് വേറെ റിട്ട് എന്ന് പറയുന്നത് ഇതാണ്, പ്രൊഹിബിഷൻ. എന്താണ് പ്രൊഹിബിഷൻ? ഒരു കോടതി ആലോചിക്കുക, ഒരു താഴെയുള്ള കോടതി അവരെ ജൂറിസ്ഡിക്ഷൻ മറികടന്നുകൊണ്ട് ട്രാൻസ്ഗ്രഷൻ നടത്തിക്കൊണ്ട് പോവുകയാണ്. അല്ലെങ്കിൽ ഒരു താഴെയുള്ള ഒരു മുൻസിഫ് കോടതി അല്ലെങ്കിൽ താഴെയുള്ള ഒരു സബ് ജുഡീഷ്യൽ കോടതി, ആ കോടതിക്ക് ഒരിക്കലും ഒരാളെ തൂക്കിക്കൊല്ലാനുള്ള അവകാശമില്ല. അപ്പൊ അയാൾ അത്തരം കേസുകൾ ആ കോടതിയിൽ എടുക്കാൻ പാടില്ല. അപ്പൊ എന്ത് ചെയ്യുന്നു? ആ കോടതി അവരെ ജൂറിസ്ഡിക്ഷൻ കടന്നുകൊണ്ട് പ്രവർത്തിക്കാൻ പോവുകയാണെങ്കിൽ സുപ്രീം കോടതിയോ ഹൈക്കോടതിക്കോ എന്ത് പറയാം? അവരെ അത് തടയാം. അങ്ങനെ തടയുന്നതിനെ ഫോർബിഡ് ചെയ്യാണ് എന്ത്? നിങ്ങൾ ആ കേസുമായി മുന്നോട്ട് പോകരുതെന്ന് പറയുന്നതാണ് എന്ത്? പ്രൊഹിബിഷൻ. പ്രൊഹിബിഷന്റെ ഏകദേശം അതേ നാച്ചുറൽ ഒരു റിട്ടാണ് സെർഷ്യോററി. ഓർത്ത് വയ്ക്കുക, സെർഷ്യോററി റിട്ട് ഇവൻ അഡ്മിനിസ്ട്രേറ്റീവ് അതോറിറ്റികൾക്കെതിരെ പോലും ഇഷ്യൂ ചെയ്യാൻ പറ്റും. ഒരിക്കലും പ്രൊഹിബിഷൻ റിട്ട് ഇഷ്യൂ ചെയ്യാൻ പറ്റില്ല. ആർക്കെതിരെ? അഡ്മിനിസ്ട്രേറ്റീവ് അതോറിറ്റികൾക്ക്. അപ്പോൾ പ്രൊഹിബിഷൻ റിട്ട് ആർക്കെതിരെ ഇഷ്യൂ ചെയ്യാൻ പറ്റൂ? ജുഡീഷ്യൽ നാച്ചുറുള്ള ആൾക്കാർക്കെതിരെ മാത്രമേ ഇഷ്യൂ ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷേ ജുഡീഷ്യൽ നാച്ചുറുള്ള ആൾക്കാർക്കെതിരെ ഇഷ്യൂ ചെയ്യാൻ പറ്റും പറയുമ്പോൾ നിങ്ങൾ ഒരു കാര്യം മറക്കരുത്, പാർലമെന്റിനും ജുഡീഷ്യൽ റോളുകളുണ്ട്. ലൈക്ക് ഇവൻ നമ്മുടെ പ്രസിഡന്റിനും ജുഡീഷ്യൽ റോളുകളുണ്ട്. അപ്പൊ നാളെ പ്രസിഡന്റിനെതിരെയോ അല്ലെങ്കിൽ പാർലമെന്റിനെതിരെയോ ഒന്നും എന്ത് ഇഷ്യൂ ചെയ്യാൻ പറ്റില്ല? ഈ പറയുന്ന പ്രൊഹിബിഷൻ ഇഷ്യൂ ചെയ്യാൻ പറ്റില്ല എന്നുകൂടെ ഒന്ന് ആലോചിച്ച് വയ്ക്കാം. അപ്പൊ സെർഷ്യോറി റിട്ട് എന്ന് പറയുന്നത്, സെർഷ്യോറി റിട്ടിന്റെ അർത്ഥം സത്യം പറഞ്ഞാൽ ടു ബി സർട്ടിഫൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ അതേ കണ്ടീഷൻ നിങ്ങൾ എടുക്കുക. ഒരു കോടതി അവരുടെ അധികാര പരിധി കടന്നുകൊണ്ട് ഒരു വിധി പറഞ്ഞു എന്ന് വിചാരിക്കുക, പറയാൻ പോവല്ല, പറഞ്ഞു. അപ്പൊ അതിനെ തിരുത്തിക്കൊണ്ട് മേൽക്കോടതി വേറൊരു വിധി പറയുന്നു. അപ്പൊ എന്ത് ചെയ്യുന്നു? പ്രൊഹിബിഷൻ റിട്ട് പ്രിവെന്റീവ് ആണെങ്കിൽ, ഒരു കാര്യത്തെ തടയുവാണെങ്കിൽ, സെർഷ്യോറി റിട്ട് തടയുക മാത്രമല്ല ചെയ്യുന്നത്, അതിനൊരു പ്രതിവിധി കൊടുത്തു. പ്യൂണിറ്റീവ് ഇൻ നാച്ചർ കൂടിയാണ്, പ്രിവെന്റീവും പ്യൂണിറ്റീവ് ഇൻ നാച്ചറും കൂടിയാണ്. ആൻഡ് ലാസ്റ്റ് റിട്ട് ഈസ് കോവാറണ്ടോ. എന്താ കോവാറണ്ടോ എന്ന് പറഞ്ഞാൽ? കോവാറണ്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പബ്ലിക് ഓഫീസ് എപ്പോഴും ഒരു യോഗ്യതയുള്ള ആൾക്കാർ അല്ലെങ്കിൽ മെറിറ്റോക്രസിയുടെ അടിസ്ഥാനത്തിൽ ഫില്ല് ചെയ്യേണ്ടതാണ്. സോ മെറിറ്റോക്രസിയുടെ അടിസ്ഥാനത്തിലല്ല, അല്ലെങ്കിൽ ആ ഒരു പബ്ലിക് ഓഫീസിലോട്ട് ഒരു നിയമപ്രകാരം ആളെ എടുക്കേണ്ട രീതിയുണ്ട്. അതല്ലാതെ ഒരാൾ ആ ഓഫീസിലോട്ട് വരികയാണെങ്കിൽ അതിനെ തടയുന്നതാണ് എന്ത്? കോവാറണ്ടോ എന്നുള്ളത്. അല്ലെങ്കിൽ ചോദിക്കുകയാണ് ബൈ വാട്ട് വാറണ്ട് ആണ് ഇയാൾ അവിടെ കയറിയിരിക്കുന്നത് എന്ന് പറയുന്നതാണ് കോവാറണ്ടോ റിട്ട്. നോക്കിയേ, ഈ എല്ലാ റിട്ടുകളെയും കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇത്രയേ ഉള്ളൂ. ചോദ്യം എന്തിനെ കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത്? പബ്ലിക് ഒഫീഷ്യല് ജോലി ചെയ്യുന്നില്ല. എളുപ്പമല്ലേ? എല്ലാവർക്കും ആൻസർ കിട്ടത്തില്ലേ? സോ ഇതിൽ ഏതെങ്കിലും ഒരു ചോദ്യം വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് ഈ വരുന്ന നിങ്ങളുടെ LSTS SI പോലെയുള്ള പരീക്ഷകൾക്കും. ആൻഡ് അടുത്ത ചോദ്യം എന്തിനെ കുറിച്ചാ? വിച്ച് ഓഫ് ദ ഫോളോവിംഗ് റൈറ്റ് ഈസ് അവൈലബിൾ എഗെയിൻസ്റ്റ് ദ ബോത്ത് സിറ്റിസൺ ആൻഡ് ഫോറിനേഴ്സ്? ചോദ്യം നമ്മൾ കുറച്ചു മുമ്പ് ഫണ്ടമെന്റൽ റൈറ്റിന്റെ നാച്ചറിനെ കുറിച്ച് പറയുമ്പോൾ പറഞ്ഞു പല ഫണ്ടമെന്റൽ റൈറ്റുകളും സിറ്റിസണും ഫോറിനർക്കും അവൈലബിൾ ആണ്. പക്ഷെ ചില ഫണ്ടമെന്റൽ റൈറ്റുകൾ സിറ്റിസൺസിന് മാത്രമുള്ളതാണ്. അപ്പൊ സിറ്റിസൺസിന് മാത്രമുള്ള ചില ഫണ്ടമെന്റൽ റൈറ്റുകൾ എന്തൊക്കെയാ? സിറ്റിസൺസ് ഓൺലി ആയ ഫണ്ടമെന്റൽ റൈറ്റുകൾ ഉണ്ടോ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ? ചില ഫണ്ടമെന്റൽ റൈറ്റുകൾ ഉണ്ട്. ലൈക്ക് ആർട്ടിക്കിൾ 15 എന്താ പറയുന്നത്? ആർട്ടിക്കിൾ 15 പറയുന്നത് സ്റ്റേറ്റ് ഒരു തരത്തിലും ഡിസ്ക്രിമിനേറ്റ് ചെയ്യരുത്. ഓൺലി ഓൺ ദ ബേസിസ് ഓഫ് റിലീജിയൻ, റേസ്, കാസ്റ്റ്, സെക്സ്, പ്ലേസ് ഓഫ് ബർത്ത്. ഇത്തരം കാര്യങ്ങളിൽ നിങ്ങളെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യരുത്. മാത്രമല്ല ഇത്രയും കാര്യങ്ങളുടെ കൂട്ടത്തിൽ മാത്രമല്ല ആർട്ടിക്കിൾ 60 പറയുന്ന എന്താണ്? പബ്ലിക് എംപ്ലോയ്മെന്റ് വരുന്ന സമയത്ത് നിങ്ങളെ റിലീജിയന്റെ പേരിലോ, റേസിന്റെ പേരിലോ, കാസ്റ്റിന്റെ പേരിലോ, സെക്സിന്റെ പേരിലോ, പ്ലേസ് ഓഫ് ബർത്തിന്റെ പേരിലോ, ഈവൻ നിങ്ങൾ ഡിസെന്റിന്റെ പേരിലോ, അല്ലെങ്കിൽ നിങ്ങൾ താമസിക്കുന്ന സ്ഥലമായ റെസിഡൻസിന്റെ പേരിലടക്കം നിങ്ങളെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യരുത് എന്ന് പറയുന്നതാണ് ആർട്ടിക്കിൾ 16 എന്ന് പറയുന്നത്.
സോ ആൻഡ് ഇത് പറയുമ്പോൾ ആർട്ടിക്കിൾ 19 നിങ്ങളുടെ 6ഓളം ഫ്രീഡംസിനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ 19 ആൻഡ് ആർട്ടിക്കിൾ 29 എന്താ നിങ്ങളുടെ ഇന്ത്യയിലെ ഏത് സെക്ഷൻ ഓഫ് ആൾക്കാരോ ആയിക്കോട്ടെ, മൈനോറിറ്റിയോ മെജോറിറ്റിയോ ആരോ ആയിക്കോട്ടെ, അവർക്ക് അവരുടേതായ ഒരു കൾച്ചർ ഉണ്ടെങ്കിൽ, ലാംഗ്വേജ് ഉണ്ടെങ്കിൽ, സ്ക്രിപ്റ്റ് ഉണ്ടെങ്കിൽ അതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ അവരെ അനുവദിക്കുന്ന, അവർക്ക് അവസരം കൊടുക്കുന്നതാണ് ആർട്ടിക്കിൾ 29. ആൻഡ് ആർട്ടിക്കിൾ 30 രണ്ട് തരത്തിലുള്ള മൈനോറിറ്റികളെ കുറിച്ച് സംസാരിക്കുന്നു. ലിംഗ്വിസ്റ്റിക്കും റിലീജിയസുമായ മൈനോറിറ്റികൾ, അവർക്ക് ഇവിടെ എഡ്യൂക്കേഷൻ സ്ഥാപനങ്ങൾ തുടങ്ങാം. ആൻഡ് സ്റ്റേറ്റ് ഗ്രാൻഡ് കൊടുക്കുന്ന സമയത്ത് ഇവരെ ഒരിക്കലും ഡിസ്ക്രിമിനേറ്റ് ചെയ്യരുത്, അവരുടെ റിലീജിയന്റെ പേരിലോ ലാംഗ്വേജിന്റെ പേരിലോ എന്ന് പറയുന്നതാണ് എന്ത് ആർട്ടിക്കിൾ 30. ഈ അവകാശങ്ങൾ ആർക്ക് മാത്രമേ ഉള്ളൂ? സിറ്റിസൺസിന് മാത്രമേ ഉള്ളൂ. ആർക്കില്ല? ഫോറിനേഴ്സില്ല. 30ന്റെ കാര്യത്തിൽ ചെറിയൊരു കാര്യമുണ്ട്, അത് നമുക്ക് വേറെ വീഡിയോയിൽ സംസാരിക്കാം. ഓക്കെ, സോ ഇതാണ് ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ നിങ്ങൾക്ക് ബാക്കി ഫണ്ടമെന്റൽ റൈറ്റുകളോ, ലൈക്ക് ആർട്ടിക്കിൾ 14 ഇക്വാളിറ്റി ബിഫോർ ദി ലോ ആൻഡ് ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ എല്ലാവർക്കും അവൈലബിൾ ആണ്. റൂൾ ഓഫ് ലോ ഒരു നമ്മുടെ രാജ്യത്തിന്റെ തന്നെ അടിസ്ഥാന എന്താ പറയാ മൈൽ സ്റ്റോൺസിൽ ഒന്നാണ്. അതൊരിക്കലും അത് മറികടന്നുകൊണ്ട് ഈ രാജ്യത്ത് ഫോറിനറോ സിറ്റിസണോ ആർക്കും ജീവിക്കാൻ പറ്റത്തില്ല. സോ ആർട്ടിക്കിൾ 14 പോലെ അല്ലെങ്കിൽ ആർട്ടിക്കിൾ 17 പോലെ അൺടച്ചബിലിറ്റിക്ക് അഗെയിൻസ്റ്റ് ആയുള്ള അതൊരു ഒഫൻസ് ആക്കിക്കൊണ്ടുള്ള പ്രൊവിഷൻ പോലെ, അല്ലെങ്കിൽ ടൈറ്റിൽസ് അബോളിഷ് ചെയ്തുകൊണ്ടുള്ള ആർട്ടിക്കിൾ 18 പോലെയുള്ള പ്രൊവിഷൻസ്, അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യുമ്പോഴോ ഡിറ്റെയിൻ ചെയ്യുമ്പോഴോ ഒരാൾ കൺവിക്റ്റഡ് ആയാൽ പോലെയുള്ള അവകാശങ്ങളെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ 20യും 22യും പോലെയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഫണ്ടമെന്റൽ റൈറ്റുകളിൽ ഒന്നായ റൈറ്റ് ടു ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി എന്ന് പറയുന്ന, അത് നിയമം വഴി എസ്റ്റാബ്ലിഷ്ഡ് ആയ ഒരു പ്രൊസീജിയർ വഴി മാത്രമേ എടുക്കാൻ പറ്റൂ എന്ന് പറയുന്ന ആർട്ടിക്കിൾ 21 അല്ലേ, അല്ലെങ്കിൽ ആർട്ടിക്കിൾ 25 മുതൽ 28 വരെയുള്ള പ്രൊവിഷൻസ്, എന്താ റിലീജിയസ് ഫ്രീഡത്തെ കുറിച്ച് പറയുന്ന പ്രൊവിഷൻസ്, അല്ലെങ്കിൽ നിങ്ങളെ ആർട്ടിക്കിൾ 23, 24 കുട്ടികളെയും അതേപോലെ മുതിർന്നവരെയും ഫോഴ്സ്ഡ് ലേബർ പോലെയുള്ള ബെഗാർ പോലെയുള്ള കാര്യങ്ങളിൽ നിന്ന് രക്ഷിക്കുന്ന ആർട്ടിക്കിൾ, അതൊരു ഒഫൻസ് ആക്കി കാണുന്ന ആർട്ടിക്കിൾ, അല്ലെങ്കിൽ ആർട്ടിക്കിൾ 29, 30 കഴിഞ്ഞു അല്ലെ, അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ആർട്ടിക്കിൾ 32. ഇതൊന്നും ഉണ്ടായിട്ടും കാര്യമില്ല, ഇതെല്ലാം വയലേറ്റ് ചെയ്താൽ കോടതി പോകാൻ പറ്റണം, ആരായാലും പോകാൻ പറ്റണം. അതാണ് ആർട്ടിക്കിൾ 32. ഇതെല്ലാമാണ് എന്ത് സിറ്റിസണും ഫോറിനർക്കും ഒരുപോലെ കിട്ടുന്ന ഫണ്ടമെന്റൽ റൈറ്റുകൾ. ആൻഡ് നമുക്ക് ചോദ്യത്തിലോട്ട് തിരിച്ചു വരാം. ഈ ഫണ്ടമെന്റൽ റൈറ്റ് അവൈലബിൾ ടു ബോത്ത് സിറ്റിസൺ ആൻഡ് ഫോറിനേഴ്സ്. ഇനി വളരെ എളുപ്പമല്ലേ? പ്രൊഹിബിഷൻ ഓഫ് ഡിസ്ക്രിമിനേഷൻ ഓൺ ദ ഗ്രൗണ്ട് ഓഫ് റിലീജിയൻ, റേസ്, കാസ്റ്റ്, സെക്സ് ആൻഡ് പ്ലേസ് ഓഫ് ബർത്ത് ആർട്ടിക്കിൾ 15. ഫോറിനർക്ക് മാത്രമാണോ അതോ സിറ്റിസൺ മാത്രമാണോ? രണ്ടുപേർക്കുമാണോ? അല്ല, ഫോറിനർക്ക് മാത്രമുള്ള ഒന്നും കിട്ടത്തില്ല. കാരണം നമ്മളാണ് ഇവിടുത്തെ സിറ്റിസൺസ്. നമുക്ക് കിട്ടിയതിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് കുറവേ അവർക്ക് കിട്ടത്തുള്ളൂ. റൈറ്റ്. സോ ആർട്ടിക്കിൾ 15 സിറ്റിസണ് മാത്രമാണെന്ന് നമ്മൾ പഠിച്ചു. ഇക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി ഇൻ മാറ്റേഴ്സ് ഓഫ് പബ്ലിക് എംപ്ലോയ്മെന്റ് ലോജിക്കൽ വെച്ച് ആലോചിക്കടേ, ആർക്കും പുറത്തുള്ള ഫോറിനർക്ക് കൊടുക്കാൻ പറ്റുമോ? ആൻഡ് റൈറ്റ് ഓഫ് മൈനോറിറ്റി എസ്റ്റാബ്ലിഷ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് പുറത്തുള്ള ഫോറിനർക്ക് കൊടുക്കാൻ പറ്റുമോ? ആൻഡ് ഇക്വാലിറ്റി ബിഫോർ ദി ലോ ആൻഡ് ഈക്വൽ പ്രൊട്ടക്ഷൻ ലോ ഒന്നും അറിയില്ലെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞുകൂടെ? ഇത് ഏതൊരു രാജ്യത്തും അവിടെയുള്ള എല്ലാവർക്കും കിട്ടേണ്ട ഒന്നല്ലേ? ഇക്വാലിറ്റി ഓഫ് ലോ ഇല്ലെങ്കിൽ ഒരു ഫോറിനർ ഇവിടെ വന്നു കഴിഞ്ഞാൽ അയാൾക്ക് പല രീതിയിലുള്ള ഡിസ്ക്രിമിനേഷൻസ് നേരിടേണ്ടി വരില്ലേ? സോ അതിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാൻ എന്ത് വേണം? ഇക്വാലിറ്റി ഓഫ് ലോ വേണം. ഈസി ക്വസ്റ്റ്യൻ. അടുത്ത ചോദ്യം നോക്കിയേ. ഈ ചോദ്യവും എഗെയിൻ റിട്ട് എന്ന ഭാഗം എന്നുള്ള ചോദ്യമാണ്. പക്ഷെ ചോദ്യം എന്തിനെ കുറിച്ചാ? ഒന്നുകൂടെ ഡീറ്റെയിൽ ആണ് ഈ ചോദ്യം അല്ലെ. വിച്ച് ഓഫ് ദ ഫോളോവിങ് കനോട്ട് ബി ഇൻക്ലൂഡഡ് ഇൻ ദ കാറ്റഗറി ഓഫ് റിട്സ്. സോ റിട്ട് എന്താണെന്നുള്ളത് നിങ്ങൾ പഠിച്ചു. കോവാറന്റോ, പ്രൊഹിബിഷൻ, ഹേബിയസ് കോർപ്പസ് എല്ലാം റിട്ടാണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇൻജങ്ഷൻ എന്താണ്? ഇൻജങ്ഷൻ ഇതാണ്. ലൈക്ക് സിവിൽ കേസുകൾ അല്ലെങ്കിൽ ചില സിവിൽ ഡിസ്പ്യൂട്ടുകൾ എല്ലാം കോടതി പറയാണ്. ലൈക്ക് ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ ഒരു കമ്പനി ഒരു സ്ഥലത്ത് ഒരുപാട് വേസ്റ്റ് ഡംപ് ചെയ്യാണ്. അപ്പൊ കോടതി പറയാണ് നിങ്ങളത് നിർത്തണം എന്ന് പറയുന്നതാണ് എന്ത്? ഇൻജങ്ഷൻ എന്നുള്ളത്. ഈസി ക്വസ്റ്റ്യൻ അല്ലേ? അപ്പൊ ഹേബിയസ് കോർപ്പസും പ്രൊഹിബിഷനും കോവാറണ്ടോ പോലെയുള്ള കാര്യങ്ങൾ ക്രിമിനൽ കേസുകളിലാണ് വരിക. അപ്പോൾ സിവിൽ കേസുകളിൽ എന്ത് പറ്റില്ല? ഇത്തരം കാര്യങ്ങൾ പൊതുവെ അപ്ലൈ ചെയ്യില്ല. അപ്പോൾ ഈ ഈസി ചോദ്യമാണ്. ആൻസർ എന്താ? ഇൻജങ്ഷൻ എന്നുള്ളതാണ്. ഇനിയോ വേറെ ചോദ്യം നോക്കിയേ. ഫൈൻഡ് ഔട്ട് ദ റൈറ്റ് സ്റ്റേറ്റ്മെന്റ് വിത്ത് റിഗാർഡ് ടു ഫ്രീഡം ഓഫ് പ്രസ് ഇൻ ഇന്ത്യ. കുറച്ച് ട്രിക്കി ചോദ്യമാണ്. പക്ഷേ നിങ്ങൾക്ക് ഫണ്ടമെന്റൽ റൈറ്റ് എന്ന കൺസെപ്റ്റ് വൃത്തിക്ക് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഇത് വൺ ഓഫ് ദി ഈസി ചോദ്യമാണ്. ചോദ്യം എന്താ? ഫ്രീഡം ഓഫ് പ്രസ്സിനെ കുറിച്ചുള്ള ചോദ്യമാണ്. ഫ്രീഡം ഓഫ് പ്രസ് എന്നുള്ളത് ആർട്ടിക്കിൾ 19(1)(a നിങ്ങൾ പഠിച്ചു കാണും. ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ. എന്താണ് ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ? അപ്പൊ നിങ്ങളെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് സ്പീച്ച് അത് ഏത് രീതിയിലും ആയിക്കോട്ടെ, അതൊരു പാട്ട് പാടിയിട്ടാണെങ്കിലോ ഒരു ഡാൻസ് കളിച്ചിട്ടാണെങ്കിലോ എല്ലാം നിങ്ങൾക്ക് സ്പീച്ചും എക്സ്പ്രസും ചെയ്യാൻ നിങ്ങളുടെ പ്രിയാമ്പിളിൽ തന്നെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അല്ലെ, നിങ്ങൾക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റണം. സോ അങ്ങനെ ആ ലിബർട്ടീനെ
യഥാർത്ഥത്തിൽ കാണിക്കുന്ന അല്ലെങ്കിൽ ലിബർട്ടി എന്ന ആശയത്തെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഫണ്ടമെന്റൽ റൈറ്റ് കൊണ്ടുവരുന്ന ഒരു ആർട്ടിക്കിളാണ് 19(1)A എന്ന് പറയുന്നത്. ആ 19(1)A ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷനാ. പക്ഷെ ഇതിൽ ഇംപ്ലൈഡ് ആയിരിക്കുന്ന ഫണ്ടമെന്റൽ റൈറ്റുകൾ ഒരുപാടാണ്. ലൈക്ക് ഫ്രീഡം ഓഫ് പ്രസ് എന്ന് പറയുന്നത് ഇപ്പൊ ഇതൊരു വലിയ തരം ഫണ്ടമെന്റൽ റൈറ്റിന്റെ ഒരു കൂട്ടമാണെങ്കിൽ അതിന്റെ അടിയിൽ വരുന്ന ഒരു ഫണ്ടമെന്റൽ റൈറ്റ് ആണ് എന്ത്, ഫ്രീഡം ഓഫ് പ്രസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അഡ്വർടൈസ്മെന്റ് എന്ന് പറയുന്നത്, അല്ലെ? ഇല്ലെങ്കിൽ ഒക്കെ പോട്ടെ, നിങ്ങളുടെ സംസാരിക്കാനുള്ള നിങ്ങളുടെ അവകാശം, അതുപോലെ തന്നെ നിങ്ങൾക്ക് സൈലന്റ് ആയിരിക്കാനുള്ള അവകാശവും, ഫ്രീഡം ടു ബി സൈലന്റ്. അല്ല, എനിക്ക് മിണ്ടാൻ താല്പര്യമില്ല, അതാണ് എന്റെ എക്സ്പ്രഷൻ. ദാറ്റ് ഈസ് ഓൾസോ പാർട്ട് ഓഫ് 91A. അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് റൈറ്റ് ടു ഇൻഫർമേഷൻ. കോടതി പറഞ്ഞത് മിസ്ഇൻഫർമേഷനും ഡിസ്ഇൻഫർമേഷനും എല്ലാം വന്നു കഴിഞ്ഞാൽ ഡെമോക്രസി ഒരു പ്രഹസനമായി പോകുന്ന. അതിന് അത് പറഞ്ഞിട്ട് കോടതി പറഞ്ഞു, ഒരു നല്ല ഇൻഫർമേഷൻ ഉള്ള ആൾക്ക് നല്ലപോലെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റൂ. അപ്പോൾ ഇത്തരം ഇംപ്ലൈഡ് ആയി കിടക്കുന്ന ഫണ്ടമെന്റൽ റൈറ്റുകൾ ഓരോ ഫണ്ടമെന്റൽ റൈറ്റുകളുടെ അടിയിലുണ്ട്. എസ്പെഷ്യലി ആർട്ടിക്കിൾ 21 പോലെയുള്ള റൈറ്റ് ടു ലൈഫ് പോലെയുള്ള കാര്യങ്ങളിൽ, ലൈക്ക് റൈറ്റ് ടു പ്രൈവസി. ആഫ്റ്റർ പുട്ടസ്വാമി കേസ് അതൊരു ഫണ്ടമെന്റൽ റൈറ്റ് ആയി അണ്ടർ ആർട്ടിക്കിൾ 21. സോ അതാണ് ആർട്ടിക്കിൾ 91A കുറിച്ചാണ് ചോദ്യം, ഫ്രീഡം ഓഫ് പ്രസിനെ കുറിച്ച്. പക്ഷെ ചോദ്യം എന്താ പറയുന്നത്? ഓപ്ഷൻ ഡി പറയുന്നു, ദി പ്രസ് എൻജോയ്സ് സ്പെഷ്യൽ പ്രിവിലേജസ് അണ്ടർ ആർട്ടിക്കിൾ 19. സി, സ്പെഷ്യൽ പ്രിവിലേജ്ഡ് ആയ ഒരാളും ഉണ്ടാവാതിരിക്കുക എന്നുള്ളതാണ് കോൺസ്റ്റിറ്റ്യൂഷന്റെ ഉദ്ദേശം. സോ ഇതെന്തായി? ഇത് പോയി. പിന്നെയോ, ദ പ്രസ് ഈസ് ഇമ്മ്യൂൺ ഫ്രം ഓർഡിനറി ഫോംസ് ഓഫ് ടാക്സേഷൻ. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രസ് ഒരു അബ്സല്യൂട്ടായ എന്തോ റൈറ്റ് ആണെന്ന് പറയേണ്ടി വരും. തുടക്കത്തിലേ നമ്മൾ പറഞ്ഞു അബ്സല്യൂട്ട് ആയുള്ള റൈറ്റുകളൊന്നുമില്ല. അല്ലെങ്കിൽ ഫ്രീഡം ഓഫ് പ്രസ് ഈസ് ആൻ അബ്സല്യൂട്ട് റൈറ്റ് എന്ന് പറയുന്നത്. ഇത് രണ്ടും ബൈ ലോജിക് വെച്ച് നിങ്ങൾക്ക് അറിയാൻ തെറ്റാണെന്ന്. പിന്നെന്താ പറയുന്നത്? ദർ ഈസ് നോ സ്പെസിഫിക് ഗ്യാരണ്ടി ഓഫ് ഫ്രീഡം ഓഫ് പ്രസ് ഇൻ ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ എന്തുണ്ട്? ഒരു സ്പെസിഫിക് ഗ്യാരണ്ടി ഉണ്ടോ ഫ്രീഡം ഓഫ് പ്രസിനെ കുറിച്ച്? ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ ഉണ്ട്, അതിന്റെ അടിയിൽ ഇംപ്ലൈഡ് ആയിട്ട് വരുന്ന ഫ്രീഡം ഓഫ് പ്രസ് ഉണ്ട്. അല്ലാതെ ഒരു സ്പെസിഫിക് ഗ്യാരണ്ടി ഓഫ് ഫ്രീഡം ഓഫ് പ്രസ് എവിടെയെങ്കിലും ഉണ്ടോ? ഏതെങ്കിലും ആർട്ടിക്കിൾ ഉണ്ടോ? നമ്മളെല്ലാം ഒരു വട്ടം കവർ ചെയ്ത് പോയതല്ലേ. സോ എളുപ്പമുള്ള ചോദ്യം. അടുത്ത ചോദ്യം നോക്കിയേ. വിച്ച് among the following is correct chronological order of in the case of fundamental rights and directive principles? Okay, ഈ ഒരു ചോദ്യം നോക്കിയേ. Which among the following is the correct chronological order of the cases of fundamental right and DPSPs? So cases of fundamental right and DPSP എന്ന് പറയുമെങ്കിലും ഈ ചോദ്യം ബേസിക്കലി ഫണ്ടമെന്റൽ റൈറ്റും DPSPയും തമ്മിലുള്ള ഒരു തമ്മിത്തലിനെ കുറിച്ചാണ്. ഫണ്ടമെന്റൽ റൈറ്റും DPSP എന്തിനാ തമ്മിൽ തല്ലുന്നത്? ഫണ്ടമെന്റൽ റൈറ്റ് ആക്ച്വലി നിങ്ങളുടെ ഇൻഡിവിജ്വൽ റൈറ്റിനെ പ്രൊട്ടക്ട് ചെയ്യുന്നെങ്കിൽ, ഇൻക്ലൂഡിങ് കമ്മ്യൂണിറ്റി റൈറ്റുകളെ പ്രൊട്ടക്ട് ചെയ്യുന്നതല്ല കേട്ടോ, അതിനെയും പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. ഇൻഡിവിജ്വൽ റൈറ്റിനെ പ്രൊട്ടക്ട് ചെയ്യുന്നെങ്കിൽ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഇന്ത്യയെ ഒരു വെൽഫെയർ സ്റ്റേറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാൻ സ്റ്റേറ്റിനോട് പറയുന്ന, സ്റ്റേറ്റ് ഷാൾ എൻഡെവർ ടു ഡു ദിസ് എന്ന് പറയുന്ന. അപ്പൊ ആർട്ടിക്കിൾ 12 മുതൽ 35 വരെയുള്ള ഭാഗങ്ങൾ വിസസ് ആർട്ടിക്കിൾ 36 മുതൽ 51 വരെയുള്ള ഭാഗങ്ങൾ, ഇത് തമ്മിലുള്ള ഒരു അടി. ഇത് തമ്മിൽ അടിവിടാൻ കാരണം ആർട്ടിക്കിൾ 37 കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെ സ്റ്റേറ്റിനോട് പറയുന്നത്, നിങ്ങൾ ഇവിടെ എന്ത് ചെയ്യുമ്പോഴും ഈ ചില കാര്യങ്ങൾ, ഇനി പറയാൻ പോകുന്ന ചില പ്രിൻസിപ്പിൾസിനെ ഫണ്ടമെന്റൽ ആയി എടുക്കണം. ഫണ്ടമെന്റൽ ഇൻ ദ ഗവേണൻസ് ഓഫ് ദിസ് കൺട്രി എന്ന് പറഞ്ഞിട്ട് ആ DPSPനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ അടി വരാതിരിക്കോ? കാരണം ആർട്ടിക്കിൾ 19 പറയും റൈറ്റ് ടു പ്രോപ്പർട്ടി എന്നുള്ളത് ഒരു ഫണ്ടമെന്റൽ റൈറ്റ് ആണ്. ആർട്ടിക്കിൾ 39 പറയും ഇല്ല, ഈ നാട്ടിലെ പ്രോപ്പർട്ടീസ് എല്ലാം കോമൺ കൂട്ടിന് ഉപയോഗിക്കണം, മെറ്റീരിയൽ റിസോഴ്സ് എല്ലാം കോമൺ കൂട്ടിന് ഉപയോഗിക്കണം. അപ്പോൾ ഇത് തമ്മിൽ ഇപ്പൊ തന്നെ കോൺഫ്ലിക്റ്റ് ആയി അല്ലെ? അപ്പൊ ഈ കോൺഫ്ലിക്റ്റുകള് ഒരുപാട് കേസുകളായിട്ട് മാറുന്നുണ്ട്. എല്ലാം ഒന്നും നമുക്ക് പറയാൻ സമയമില്ല, എങ്കിലും ഞാൻ ഇതൊന്ന് ഓടിച്ച് പറഞ്ഞുതരാം. ലൈക്ക് 1951 ചെമ്മകം ദൊരൈരാജൻ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മദ്രാസിൽ ഇതേ കാര്യം വന്നു. കാരണം അന്ന് ഗവൺമെന്റ് പരമാവധി ഇത് ഉപയോഗിക്കണം, എന്ത് പ്രോപ്പർട്ടി ഉപയോഗിക്കണം, കാരണം ഇന്ത്യ ഡെവലപ്പ് ചെയ്യാൻ പോവാണ്, ഒരു പുതിയ രാജ്യമായി വന്നിരിക്കുകയാണ്. അപ്പോൾ ഇതേ കേസിൽ ഇത് വന്ന സമയത്ത് കോടതി പറഞ്ഞു ഇല്ല, എന്ത് തന്നെയാണ് വലുത്? ഫണ്ടമെന്റൽ റൈറ്റ് തന്നെയാണ് വലുത്. അതുകൊണ്ട് തന്നെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഉപയോഗിച്ച് ഫണ്ടമെന്റൽ റൈറ്റ് എതിർക്കുക എന്നുള്ളത് ശരിയല്ല. കാരണം ആർട്ടിക്കിൾ ഇതിനെല്ലാം അടിസ്ഥാനം ഇവിടെ ഒരു വിരുദ്ധനുണ്ട്. ഏതാ? ആർട്ടിക്കിൾ 13 ഫണ്ടമെന്റൽ റൈറ്റില്. ആർട്ടിക്കിൾ 13 പറഞ്ഞിരിക്കുന്നത് സ്റ്റേറ്റിന്, ആർട്ടിക്കിൾ 13 2ാമത്തെ ക്ലോസ് പറയുന്നത് സ്റ്റേറ്റിന്, ഇൻഡിപെൻഡന്റ് ആയ റിപ്പബ്ലിക് ആയ ഇന്ത്യക്ക് ഒരു തരത്തിലും ഇൻഡിവിജ്വൽസിന്റെ ഫണ്ടമെന്റൽ റൈറ്റ് വയലേറ്റ് ചെയ്തുകൊണ്ടുള്ള നിയമം ഉണ്ടാക്കാനുള്ള അധികാരമില്ല. പക്ഷെ നിയമം ഉണ്ടാക്കാനുള്ള അധികാരമില്ല എന്ന് പറയുമ്പോൾ ആർട്ടിക്കിൾ 13 ലോ എന്ന നിയമം എന്ന ഡെഫിനേഷനിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റുകൾ ഉണ്ടോ ഇല്ലേ എന്ന് കോൺസ്റ്റിറ്റ്യൂഷൻ പറഞ്ഞില്ല, സൈലന്റ് ആയിരുന്നു. കോൺസ്റ്റിറ്റ്യൂഷൻ ചില സ്ഥലത്ത് അങ്ങനെ മിണ്ടാതിരിക്കും. എന്നിട്ട് വലിയ നിയമ വഴികളിലോട്ട് തുറന്നു വിട്ടുകൊണ്ട് കോൺസ്റ്റിറ്റ്യൂഷനെ നശിപ്പിക്കല്ല ചെയ്യുക. കോൺസ്റ്റിറ്റ്യൂഷനെ ഈ കാലത്തിനനുസരിച്ച് എന്ത് ചെയ്യാൻ പറ്റും? ആ ലിവിങ് നാച്ചർ നിലനിർത്തലാണ് ഇത്തരം സൈലൻസുകളുടെ ഉദ്ദേശം. ഓക്കെ, അപ്പോൾ
ഫണ്ടമെന്റൽ റൈറ്റ് DPSP അടി വരുന്ന ഒരു കാര്യം നമ്മൾ പറഞ്ഞു ആർട്ടിക്കിൾ 13 പക്ഷെ ആർട്ടിക്കിൾ 13 കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് നിയമം എന്ന ഡെഫിനേഷനിൽ ഉണ്ടോ ഇല്ലെന്ന് പറഞ്ഞില്ല. അപ്പൊ ചെമ്പകം തുരൈരാജൻ കേസിൽ സുപ്രീം കോടതി ഈ കാണുന്ന എന്ത് ഫണ്ടമെന്റൽ റൈറ്റുകൾ DPSP-യേക്കാൾ കുറച്ച് വലുതാണ്. അതുകൊണ്ട് തന്നെ റൈറ്റ് ടു പ്രോപ്പർട്ടി ഇങ്ങനെ എന്ത് ചെയ്യാൻ പറ്റില്ല, അമെൻഡ് ചെയ്ത് കളയാൻ പറ്റില്ല. പക്ഷെ ഇതിനെ മറികടക്കാനായിട്ട് പിന്നീടും ചില അമെൻമെന്റുകൾ വരുന്നുണ്ട്. ഇതേ സമയത്ത് വന്ന അല്ലെങ്കിൽ ഇതിന്റെ സമയങ്ങളിൽ തന്നെ വന്ന ഒന്നാമത്തെ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ട് പോലെയുള്ള അമെൻമെന്റ് ആക്ടുകൾ ആർട്ടിക്കിൾ 31A ആർട്ടിക്കിൾ 31B പോലെയുള്ള കാര്യങ്ങൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലോട്ട് കൊണ്ടുവരുന്നുണ്ട്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലോട്ട് കൊണ്ടുവരുന്ന എന്തിനാ, റൈറ്റ് ടു പ്രോപ്പർട്ടിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് സ്റ്റേറ്റിന് പ്രവർത്തിക്കാൻ പറ്റണം, വേണമെങ്കിൽ സ്ഥലം ഏറ്റെടുത്തുകൊണ്ട് ഡെവലപ്മെന്റൽ ആക്ടിവിറ്റികൾ ചെയ്യാൻ പറ്റണം. പക്ഷേ ഇത് പിന്നീട് എന്ത് ചെയ്യുന്നു, പിന്നീടും കോടതികൾ ചോദ്യം ചെയ്യപ്പെടുന്നു. ലൈക്ക് ഗോലാഖ്നാഥ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് പഞ്ചാബ് 1967 വീണ്ടും ചോദ്യം ചെയ്യപ്പെട്ടപ്പോൾ കോടതി ഇതേ നിലപാട് തുടർന്നു. ഫണ്ടമെന്റൽ റൈറ്റ് വലിയ എന്തോ സാധനം, അതിനെ തൊട്ട് കളിക്കരുത്, അത് അമെൻഡ് ചെയ്യാൻ പറ്റില്ല, അത് അമെൻഡ് ചെയ്യാൻ പാടാത്ത ഒന്നാണ്. കാരണം കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ട് എന്നുള്ളത് നിയമത്തിന്റെ ഭാഗമാണ് എന്ന് കോടതി പറഞ്ഞു. നിയമത്തിന്റെ ഭാഗമായി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഫണ്ടമെന്റൽ റൈറ്റ് ഉപയോഗിച്ച് എന്ത് ചെയ്യാൻ പറ്റില്ല, നിങ്ങൾക്ക് അമെൻഡ് ചെയ്യാൻ പറ്റില്ല. വീണ്ടും അത് ഗവൺമെന്റ് ചോദ്യം ചെയ്തു. ഗവൺമെന്റ് എങ്ങനെ ചോദ്യം ചെയ്യാൻ പറ്റുക, ഗവൺമെന്റിന്റെ കയ്യിൽ ലോ മേക്കിംഗ് പവർ ഉണ്ട്, ലെജിസ്ലേറ്റീവ് അതോറിറ്റി ഉണ്ട്. സോ ഗവൺമെന്റ് വീണ്ടും കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ് ചെയ്യാണ്. 24ാമത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ് ഞാൻ ഇവിടെ എഴുതുന്നുണ്ട്. 24ാമത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് ആക്ട് പോലെയുള്ള അമെൻമെന്റ് ആക്ട് വഴി പാർലമെന്റ് എന്ത് ചെയ്തു, പാർലമെന്റ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ആർട്ടിക്കിൾ 13 തന്നെ അമെൻഡ് ചെയ്തിട്ട് ഒരു ക്ലോസ് ആഡ് ചെയ്തു 13.4 ക്ലോസ് പറയുന്ന ഇതാണ്, കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ട് നിയമമല്ല. ഏതിലെ നിയമമല്ല, ആർട്ടിക്കിൾ 13 പറയുന്ന നിയമമല്ല. സോ ദാറ്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ട് കൊണ്ട് ഫണ്ടമെന്റൽ റൈറ്റ് വയലേറ്റ് ചെയ്യാം, നീ കോടതി ഒന്നും പറയരുത്. പക്ഷേ അത് മാത്രമല്ല ആഡ് ചെയ്ത് 31C പോലെയുള്ള കാര്യങ്ങളും പിന്നീട് 24ഉം 25ഉം കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ടുകൾ വഴി ആഡ് ചെയ്യുന്നുണ്ട്. സോ 31C ആഡ് ചെയ്ത് എന്ത് ചെയ്തു, 31C പറഞ്ഞു ആർട്ടിക്കിൾ 39B-യും ആർട്ടിക്കിൾ 39C-യും ഇതിനെക്കുറിച്ച് നമ്മൾ മുമ്പ് പറഞ്ഞു, ഡിസ്കസ് ചെയ്തു ഓൾറെഡി, അന്ന് റീകോൾ ചെയ്യണേ. ആർട്ടിക്കിൾ 39B-യും C-യും നടപ്പാക്കാൻ വേണ്ടിയിട്ടാണ് ഒരു നിയമം പാർലമെന്റ് കൊണ്ടുവരുന്നെങ്കിൽ അത്തരം കാര്യങ്ങൾ ഫണ്ടമെന്റൽ റൈറ്റ് വയലേറ്റ് ചെയ്താലും കുഴപ്പമില്ല. ആർട്ടിക്കിൾ 14ഉം ആർട്ടിക്കിൾ 19ഉം ആർട്ടിക്കിൾ 31ഉം റൈറ്റ് ഇക്വാളിറ്റി, റൈറ്റ് ടു ഫ്രീഡം ആൻഡ് റൈറ്റ് ടു പ്രോപ്പർട്ടി ഇത്തരം കാര്യങ്ങൾ വയലേറ്റ് ചെയ്താലും കുഴപ്പമില്ല എന്ന് പറഞ്ഞു കോടതി. പിന്നീടും കോടതി ഇത് കൺസിഡർ ചെയ്യുന്നത് 1973 ദി ഫേമസ് കേശവാനന്ദ ഭാരതി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന കേസിലാണ്, 1973. ആൻഡ് കോടതി ഇവിടെ പറഞ്ഞു പാർലമെന്റ് പറയുന്നത് ശരിയാണ്, പാർലമെന്റ് പറഞ്ഞ ആർട്ടിക്കിൾ 13.4 എന്ന അമെൻമെന്റ് ശരിയാണ്. കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ട് എന്നുള്ളത് നിയമമല്ല. കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ട് കൊണ്ട് ഫണ്ടമെന്റൽ റൈറ്റ് അമെൻഡ് ചെയ്യാം, ഫണ്ടമെന്റൽ റൈറ്റ് വയലേറ്റ് ചെയ്യാം. പക്ഷേ ഫണ്ടമെന്റൽ റൈറ്റ് അമെൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾ ചില കാര്യങ്ങൾ കീപ്പ് ചെയ്യണം. അങ്ങനെയാണ് കോടതി നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത ബേസിക് സ്ട്രക്ചർ ഡോക്ട്രൈൻ എന്നുള്ളത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലോട്ട് കൊണ്ടുവരുന്നത്. ഇതൂടെ കഴിഞ്ഞ സമയത്ത് എന്തായി, കേശവാനന്ദ ഭാരതി കേസിന് ശേഷം ഫണ്ടമെന്റൽ റൈറ്റ് അമെൻഡ് ചെയ്യാൻ പറ്റുന്ന അവസ്ഥയിലോട്ട് എത്തി, റൈറ്റ് ടു പ്രോപ്പർട്ടി എടുത്തു കളയാം. ആൻഡ് കേശവാനന്ദ ഭാരതി കേസിന് ശേഷം എന്ത് പറ്റി, കോടതിക്ക് പാർലമെന്റിന് അമെൻഡ് ചെയ്യാം, പക്ഷെ ചില ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പോൾ ഇതിനിടയ്ക്ക് 42ാമത്തെ ഇതിനിടയ്ക്ക് വീണ്ടും ഇതിനുശേഷം സംഭവിച്ചു 42ാമത്തെ, നിങ്ങൾ പറയുന്നത് കേൾക്കണം, ഞാൻ അവിടെയും ഇവിടെ എഴുതാണ്, കാരണം ഒരു സ്ഥലത്ത് തന്നെ ആകുമ്പോൾ നിങ്ങൾക്കത് ഒരുമിച്ച് കാണാൻ വേണ്ടിയിട്ടാണ്. സോ 42ാമത്തെ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ട് 76 ഗവൺമെന്റ് എന്ത് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഗവൺമെന്റ് ആർട്ടിക്കിൾ 39ഉം B-യും C-യും മാത്രമെന്നല്ല, ഏത് ഫണ്ടമെന്റൽ റൈറ്റും ഞങ്ങൾ വയലേറ്റ് ചെയ്യും. എന്തിനു വേണ്ടിയിട്ട്, ഏത് DPSP നടപ്പാക്കാൻ. സോ DPSP ആണ് വലുത്, ഫണ്ടമെന്റൽ റൈറ്റ് അല്ല എന്ന് പറഞ്ഞു. കോടതിക്ക് വീണ്ടും ഗവൺമെന്റിനെ കിട്ടി. ഏത് കേസിൽ, മിനർവ മിൽസ് കേസ് 1980 വീണ്ടും കോടതിക്ക് ഗവൺമെന്റിനെ കൈ കിട്ടുക. കോടതി പറഞ്ഞു നിങ്ങൾ ഈ പറഞ്ഞത് ഞങ്ങൾ അംഗീകരിക്കില്ല, നിങ്ങൾ നേരത്തെ പറഞ്ഞ കാര്യമില്ല, എന്ത് ആർട്ടിക്കിൾ 39B-യും C-യും നടപ്പാക്കാൻ വേണ്ടി ഫണ്ടമെന്റൽ റൈറ്റ് വയലേറ്റ് ചെയ്യാന്ന്, അത് വേണമെങ്കിൽ ചെയ്തോ, അതല്ലാതെ എല്ലാ DPSP-യും ഫണ്ടമെന്റൽ റൈറ്റ് മേലെയാണെന്ന് പറയുന്നത് അംഗീകരിക്കാൻ പറ്റില്ല. അപ്പോൾ കോടതി പറഞ്ഞു 39B-യും C ഒഴികെയുള്ള എല്ലാ DPSP-യും ഫണ്ടമെന്റൽ റൈറ്റിന്റെ അടിയിൽ തന്നെയാണ്. അതുപോലെ തന്നെ ഫണ്ടമെന്റൽ റൈറ്റും DPSP ഈ കാണുന്ന പോലെ തമ്മിൽ തല്ലാനുള്ളതല്ല. കോടതി മിനർവ മിൽസ് കേസിൽ ഭയങ്കര എക്സ്പ്ലിസിറ്റ്ലി പറയുന്നുണ്ട്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെ നിലനിൽക്കുന്നത് ഫണ്ടമെന്റൽ റൈറ്റിനെയും DPSP-യും ചേർന്ന് ഉണ്ടാക്കിയ ഒരു ബെഡ് റോക്കിന്റെ മേലെയാണ്. ആ ഒരു സ്റ്റെബിലിറ്റി വേണം, ആ ഒരു ഹാർമോണിയസ് ആയ നിലനിൽപ്പുണ്ടെങ്കിൽ എന്തൊരു കാര്യമുള്ളൂ, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്തെങ്കിലും ഗുണമുള്ളൂ ഈ ഫണ്ടമെന്റൽ റൈറ്റും DPSP-യും കൊണ്ട് എന്ന് പറഞ്ഞിട്ടാണ് കോടതി ഒരു നിയമയുദ്ധം അവസാനിപ്പിക്കുന്നത്. അപ്പോൾ ഇന്ന് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ ഫണ്ടമെന്റൽ റൈറ്റും DPSP ഏതിന്റെ മേലെ എന്നല്ല നിങ്ങൾ പറയേണ്ടത്, രണ്ടും എന്താണ്, ഒന്നിനെ സഹായിച്ചുകൊണ്ട് നിൽക്കുന്നു, രണ്ടും കോംപ്ലിമെന്ററി ആണ്. മനസ്സിലായില്ലേ? അങ്ങനെയാണ് നിങ്ങൾ
മനസ്സിലാക്കേണ്ടത്. സോ ഇതിന് ശേഷമാണ് അല്ലെങ്കിൽ ഇതിന്റെ ഇടയിലാണ് 1978 1978 44ാമത്തെ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ട് ഉണ്ടാവുന്നത്. 44ാമത്തെ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ട്. ആ ആക്ട് വഴി ഈ പറയുന്ന റൈറ്റ് ടു പ്രോപ്പർട്ടി എന്നത് തന്നെ ഫണ്ടമെന്റൽ റൈറ്റ് അല്ലാതെയാക്കി. കുറച്ചു മുമ്പ് നമ്മൾ ഡിസ്കസ് ചെയ്തു. എന്താക്കി? ഒരു 300 അടിയിലുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് മാത്രമാക്കി. ഇനി ഇതിന്റെ ക്രോണോളജിക്കൽ ഓർഡർ നിങ്ങൾ പറഞ്ഞ് എല്ലാവർക്കും കിട്ടി ഈസി ആയിട്ട്. റൈറ്റ്, നമ്മളെ എല്ലാ കേസിന്റെയും ഡേറ്റ് പറഞ്ഞതാണ്. സോ നിങ്ങൾ തന്നെ ആൻസർ കമന്റ് ചെയ്യണം. ഓക്കെ. അപ്പോൾ പാറ്റേൺ മാറിയ ശേഷമുള്ള ഡിഗ്രി തല പ്രിലിമിനറി എക്സാമുകളിലെ ഫണ്ടമെന്റൽ റൈറ്റ് എന്ന ഭാഗത്തെ ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത്. സെഷൻ കുറച്ചധികം നീണ്ടുപോയി എന്ന് വിചാരിക്കുന്നു. എങ്കിലും ഫണ്ടമെന്റൽ റൈറ്റിലെ കുറെ ഭാഗങ്ങൾ നമ്മൾ ഇതിന്റെ കൂട്ടത്തിൽ കവർ ചെയ്ത് പോയി. വീണ്ടും നമ്മൾ ഇങ്ങനത്തെ വീഡിയോസ് ആയിട്ട് വരും. പക്ഷെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, കേസ് മെൻഡർ ഡിഗ്രി തല പരീക്ഷകളിൽ നിങ്ങൾ ഉദ്യോഗാർത്ഥികൾക്കായിട്ട് ടെസ്റ്റ് സീരീസ് തുടങ്ങിയ കാര്യം നിങ്ങൾ അറിഞ്ഞു കാണും. അപ്പോൾ കേസ് മെൻഡറിന്റെ റിസൾട്ട് എന്താ നിങ്ങൾക്ക് അറിയാം. ധൈര്യമായിട്ട് ഈ കാണുന്ന ടെസ്റ്റ് സീരീസിൽ ജോയിൻ ചെയ്യാം. ഞാൻ ഉറപ്പ് തരാം, ഇത് നിങ്ങൾക്ക് ഒരു ബെസ്റ്റ് റിവിഷൻ പ്ലാൻ ആയിരിക്കും. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതും ഇങ്ങനൊരു ടെസ്റ്റ് സീരീസ് അറ്റൻഡ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ റിവിഷൻ പ്ലാൻ ചെയ്യാന്നുള്ളതാണ്. ഡീറ്റെയിൽഡ് സിലബസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ആ സിലബസ് ഉപയോഗിച്ച് പഠിക്കുക. PSCയുടെ അതേ മാതൃകയുള്ള ചോദ്യങ്ങൾ ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാം, ഈ വരുന്ന പരീക്ഷ അറ്റൻഡ് ചെയ്യാം. അപ്പൊ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. നമുക്ക് കാണാം.